അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, മാഷാ അല്ലാഹ്, നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഷഖീഖുൽ ബൽഖിയും അതേപോലെ തന്നെ ഹാത്തിമുൽ അസ്മി റഹിമഹുമുള്ള ഇവർക്കിടയിലുള്ള സംഭാഷണം, ആ സംഭാഷണത്തിൽ നിന്ന് അവർ പകർത്തി തന്ന 8 ഫായിദകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതനുസരിച്ചിട്ട് പഠിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷം ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 18ാമത്തെ അയ്യുഹൽ വലദ്, 18ാമത്തത്. അതിലേക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഹാത്തിമുൽ ഷഖീഖുൽ ബൽഖി റഹിമഹുല്ലായുടെയും അതേപോലെ തന്നെ ഹാത്തിമുൽ അസ്മി റഹിമഹുല്ലായുടെയും കഥ, അതുപോലെ അതിനു മുമ്പ് പറഞ്ഞ ഒരു കഥ, ഇങ്ങനെ 2 കഥകളാണ് ഉള്ളത്. ഈ 2 കഥകളുടെ ആകത്തുക എന്താണ് എന്നാണ് 18ാമത്തെ അയ്യുഹൽ വലദിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരു കഥ പഠിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഷിബിലി റഹിമഹുല്ല 400ഓളം ഉസ്താദുമാർക്ക് സേവനം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഷിബിലി റഹിമഹുല്ല പറയാണ്, 4000ഓളം ഹദീസുകൾ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ 400ഓളം ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടത് ഒരൊറ്റ ഹദീസാണ്. ആ ഹദീസ് തിരഞ്ഞെടുത്തു, ആ ഹദീസ് പറയുന്നതനുസരിച്ച് ചെയ്തു. ബാക്കി എല്ലാ ഹദീസുകളും അങ്ങനെ പ്രാവർത്തികമാക്കാതെ ഒഴിവാക്കി. കാരണം ഈ ഒരൊറ്റ ഹദീസിലാണ് ഇദ്ദേഹത്തിന്റെ, ഷിബിലി റഹിമഹുല്ലായുടെ രക്ഷ, മോചനം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. മാത്രമല്ല ആദ്യകാലത്തെ അറിവുകളും ഇനി ഇരിക്കുന്ന കാലത്തെ അറിവുകളും മുഴുവനും അതിലാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് ഹദീസ് എടുത്തത്. അപ്പോൾ ഷിബിലി റഹിമഹുല്ലായോട് ചോദിച്ചു, ഏതാണ് ഹദീസ് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇഅ്മൽ ലിദ്ദുനിയാക ബിഖദ്രി മഖാമിക ഫീഹാ വഅ്മൽ ലിആഖിറതിക ബിഖദ്രി ബഖായിക ഫീഹാ വഅ്മൽ ലില്ലാഹി ബിഖദ്രി ഹാജതിക ഇലൈഹി വഅ്മൽ ലിന്നാരി ബിഖദ്രി സ്വബ്രിക അലൈഹാ. ഈ ഒരു ഹദീസാണ് പറഞ്ഞു കൊടുത്തത്. ഈ ഒരു സംഭവവും ഷഖീഖുൽ ബൽഖി റഹിമഹുല്ലായുടെയും അതേപോലെ തന്നെ ഹാത്തിമുൽ അസ്മി റഹിമഹുല്ലായുടെയും സംഭാഷണം അടങ്ങിയ 8 ഫായിദകൾ അടങ്ങിയ ആ ഒരു സംഭവം, ഈ 2 സംഭവത്തിൽ നിന്ന് നമുക്ക് ആകെ മനസ്സിലാക്കിയ കാര്യം എന്താണ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അയ്യുഹൽ വലദ്, പൊന്നുമോൻ, ഖദ് അലിംത, നീ മനസ്സിലാക്കിയിട്ടുണ്ടാകും, മിൻഹാത്തൈനി, ഈ 2 ഹിക്കായത്തൈന്, ഉദ്ധരണികൾ, സംഭവങ്ങളിൽ നിന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അന്നക, നിശ്ചയമായി നീ, ലാ തഹ്താജു, നിനക്ക് ആവശ്യമില്ല, ഇലാ തക്സീരിൽ ഇൽമി, ഒരുപാട് അറിവ് സമ്പാദനത്തിലേക്ക് ആവശ്യമില്ല, അറിവ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. അന്നക, നിശ്ചയമായി നീ, ലാ തഹ്താജു, നിനക്ക് ആവശ്യമില്ല, ഇലാ തക്സീരിൽ ഇൽമി, ഒരുപാട് അറിവ് കൂട്ടേണ്ട ആവശ്യമില്ല. വൽ ആൻ, ഇപ്പോൾ, ഉബയ്യിനു ലക്, ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം, മാ, ഒന്ന്, യജിബ് അലാ സാലികി സബീൽ ഹഖ്, യജിബ്, നിർബന്ധമാകുന്ന ഒന്ന് വ്യക്തമാക്കി തരാം, അലാ സാലിക്ക്, പ്രവേശിക്കുന്നവന്റെ മേൽ നിർബന്ധമാകുന്ന, സബീൽ ഹഖ്, സത്യത്തിന്റെ പാതയിൽ, സത്യത്തിന്റെ വഴിയിൽ പ്രവേശിക്കുന്ന ആൾക്ക് നിർബന്ധമാകുന്ന ഒരു കാര്യം വ്യക്തമാക്കി തരാം. ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിന്റെ പാതയിൽ പ്രവേശിക്കുന്ന ആൾക്ക് നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരാം എന്ന് ഇദ്ദേഹം പറഞ്ഞു. അതേതാണെന്ന് പറയാം. ഫാലം, മോനെ, നീ അറിഞ്ഞോ, അന്നഹു, നിശ്ചയമായും, യംബഗി, നിർബന്ധമാണ്, അനിവാര്യമാണ്, ലിസാലിക്ക്, സാലിക്ക് എന്ന് വെച്ചാൽ സത്യത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്നവന്റെ നിർബന്ധമാണ്. സാലിക്ക് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്നവൻ, ഇവിടെ ഉദ്ദേശം സത്യത്തിന്റെ മാർഗം. അയാൾക്ക് നിർബന്ധമാണ്, ഷെയ്ഖുൻ, ഒരു ഷെയ്ഖ് ഉണ്ടാവണം, മുർഷിദുൻ, സന്മാർഗത്തിൽ ആ ഷെയ്ഖ്, സന്മാർഗത്തിലാക്കുന്ന ഷെയ്ഖ്, ഷെയ്ഖുൻ മുർഷിദുൻ, സന്മാർഗത്തിൽ നയിക്കുന്ന ഷെയ്ഖ്, മുറബിൻ, ഹൃദയത്തെ സംസ്കരിക്കുന്ന ഷെയ്ഖ്, ഹൃദയത്തെ സംസ്കരിക്കുന്ന സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഒരു ഷെയ്ഖ് ഉണ്ടാവുക എന്നുള്ളത് സത്യവഴിയിലേക്ക്, സത്യത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്ക് നിർബന്ധമാണ്. ഒരാൾക്കൊരു ഷെയ്ഖ് ഉണ്ടാകണം. ലിയഖ്രിജൽ അഖ്ലാഖ, സ്വഭാവങ്ങളെ പുറത്തു കളയാൻ, ലിയുഖ്രിജൽ അഖ്ലാഖ, എന്തിനാണ് ഷെയ്ഖ് മുർഷിദ് മുറബിയ ഷെയ്ഖ് എന്തിനാണ്? ലിയുഖ്രിജൽ അഖ്ലാഖ മോശം സ്വഭാവം പുറത്തു കളയാൻ, മിൻഹു, ഇവരിൽ നിന്ന്, ബി തർബിയത്തി, ഷെയ്ഖിന്റെ തർബിയത്ത് കൊണ്ട്
ഇവനിലുള്ള മോശം സ്വഭാവങ്ങളൊക്കെ പുറത്താക്കിയിട്ട് വയജഅല മക്കാനഹ, ആ മോശം സ്വഭാവത്തിന്റെ പകരം അതിന്റെ സ്ഥാനത്ത് വെക്കണം, ആക്കണം. ഖുലുഖൻ ഹസന, നല്ല സ്വഭാവം. ഖുലുഖൻ ഹസന, നല്ല സ്വഭാവം. വയജഅലു മക്കാനഹ, അതിന്റെ സ്ഥലത്ത് ആക്കണം. ഖുലുഖൻ ഹസന, നല്ല സ്വഭാവമാക്കണം. അതാണ് കാര്യം. അന്നഹു യംബഗി, നിർബന്ധമാണ്. ലിസാലിക്ക്, സാലിക്ക് നിർബന്ധമാണ്. ഷെയ്ഖുൻ മുർഷിദുൻ, മുറബ്ബിയായ മുർഷിദായ ഷെയ്ഖ് നിർബന്ധമാണ്. ലിയഖ്രിജൽ അഖ്ലാഖ സൂഅ, ഇവനിൽ നിന്ന് മോശം സ്വഭാവം പുറത്ത് കളയാൻ. മിൻഹു, ഇവനിൽ നിന്ന് ബിതർബിയത്തി, ഷെയ്ഖിന്റെ തർബിയത്ത് കൊണ്ട്. വയജഅല മക്കാന, അതിന്റെ സ്ഥാനത്താക്കാൻ. ഖുലുഖൻ ഹസന, നല്ല സ്വഭാവമാക്കാൻ. അപ്പോൾ ഒരുപാട് ഇതാക്കേണ്ട ആവശ്യമില്ല, ഷെയ്ഖ് ഉണ്ടായാൽ മതി എന്നർത്ഥം. ഇനി തർബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഒമാന തർബിയത്ത് എന്ന് പറഞ്ഞാൽ യുഷ്ബിഹു, അത് ഏകദേശം സാദൃശ്യമാകും, കാണാൻ ഒരുപോലെയാകും. ഫേലൽ ഫല്ലാഹി, കർഷകന്റെ ചെയ്തികളോട്, കർഷകന്റെ പ്രവർത്തനത്തോട് ഒരു സാദൃശ്യമാകുന്ന തർബിയത്തിന്റെ പ്രവർത്തനം. ഒമാന തർബിയത്തിന്റെ എന്ന ആശയം യുഷ്ബിഹു, അത് സാദൃശ്യമാകും. ഫേലൽ ഫല്ലാഹി, ഫല്ലാഹിന്റെ പ്രവർത്തനങ്ങളോട്. ഫല്ലാഹ് കർഷകൻ. അല്ലത്, എങ്ങനെയുള്ള ഫല്ലാഹ്? യഖ്ലഉ ഷൗക, മുള്ളൊക്കെയും പറിക്കുന്ന ഫല്ലാഹ്, മുള്ളു പറിക്കും. വയുഖ്രിജ, എന്നിട്ട് വയുഖ്രിജുൻ നബാതാത്തിൽ അജ്നബിയ മിൻ ബൈനി സർഇ, സർ എന്ന് പറഞ്ഞാൽ കൃഷി, കൃഷിയിൽ ആ കൃഷിയുമായി യോജിക്കാത്ത അന്യമായ ഒരുപാട് ഇതെല്ലാം ഉണ്ടാവൂലേ, എന്താ പറയുക, സസ്യങ്ങൾ, ചെടികൾ. ആ ചെടികൾ പുറത്താക്കും. നബാതാത്തിൽ അജ്നബിയ, അന്യ ചെടികൾ, കൃഷിയുടെ ചെടിയല്ല, മറ്റു പല എന്തൊക്കെയോ ചെടിയുണ്ട്, കാട്ടുവള്ളികൾ, അതൊക്കെയും പുറത്താക്കും. മിൻ ബൈനി സർഇ, കൃഷിയിൽ നിന്ന് അന്യ ചെടികൾ പുറത്താക്കും. നബാതാത്തുൽ അജ്നബിയ, മറ്റുള്ള ചെടികളൊക്കെയും പുറത്താക്കും. ലിയഹ്സുന നബാത്തുഹു, കാരണം ഇതിന്റെ വളർച്ച ഉഷാർ, ഈ കൃഷിയുടെ വളർച്ച നന്നാകാൻ വേണ്ടിയിട്ട്. ലിയഹ്സുന നബാത്തുഹു, കൃഷിയുടെ വളർച്ച നന്നാകാൻ വേണ്ടിയിട്ട്. വയക്മല, പൂർണ്ണമാകാൻ വേണ്ടിയിട്ടും. റൈഉഹു, അതിന്റെ വിളവ് പൂർണ്ണമാകാൻ വേണ്ടിയിട്ട്. വയക്മല റൈഉഹു, അതിന്റെ വിളവ് പൂർണ്ണമാകാനും. അതേപോലെ തന്നെ തർബിയത്തൊന്ന് ഉഷാറാകാനും. അങ്ങനെ അതേപോലെ തന്നെ കൃഷി നന്നാകാനും. ഒമാന തർബിയത്ത് എന്നതിൻ്റെ അർത്ഥം ഇഷ്ബി ഫഅലൽ ഫല്ല, ഫല്ലാഹിന്റെ ഫെയിലിനോട് സാദൃശ്യമാകും. അല്ലത്, എങ്ങനെയുള്ള ഫല്ല? യഖ്ലഉ ഷൗക, ഷൗക്ക് മുറിക്കും. യഖ്ലഉ, പറിക്കുന്ന. ഷൗക്കിനെ പറിക്കുന്ന ഫല്ല. വയുഖ്രിജു, പുറത്താക്കും. നബാതാത്തിൽ അജ്നബിയ, അജ്നബിയായ നബാതാത്ത്, മറ്റുള്ള സസ്യങ്ങൾ, മറ്റുള്ള ചെടികളൊക്കെയും പുറത്താക്കും. മിൻബൈനി, കൃഷിയിൽ നിന്ന് മറ്റുള്ള ചെടികളൊക്കെയും പുറത്താക്കും. ലിയഹ്സുന നബാത്തുഹു, ഇയാളുടെ കൃഷി നന്നാകാൻ വേണ്ടിയിട്ട്. വയക്മുല റൈഉഹു, വിളവ് പൂർണ്ണമാകാൻ വേണ്ടിയിട്ട്. ഇതാണ് കാര്യം. ഇനി പറയാണ്, അതാണ് ഏതിൻ്റെ ഇത് തർബിയത്ത് എന്നതിന്. അപ്പോൾ തർബിയത്ത് കൊണ്ടുള്ള ഉദ്ദേശം നല്ല നല്ല കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് മോശം സ്വഭാവങ്ങളൊക്കെ പുറത്താക്കി. ഏതുപോലെ കൃഷിയിൽ നിന്ന് കൃഷിക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെയും പുറത്താക്കാം. അതേപോലെയാണ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ. നല്ലതൊക്കെ സ്വഭാവങ്ങളൊക്കെ അവിടെ വെക്കുക, മോശം സ്വഭാവം ഒഴിവാക്കുക. വലാബുദ്ധ, നിർബന്ധമാണ്. ലിസാലിക്ക്, നന്മയുടെ മാർഗത്തിൽ സത്യത്തിന്റെ പാതയിൽ പ്രവേശിച്ച ഒരാൾക്ക് നിർബന്ധമാണ്. മിൻ ഷെയ്ഖൻ, ഒരു ഷെയ്ഖ് നിർബന്ധമാണ്. യുറബീഹി, ഇവനെ തർബിയത്താക്കുന്ന ഒരു ഷെയ്ഖ് നിർബന്ധമാണ്. യുറബീഹി, ഇവനെ തർബിയത്താക്കുന്ന ഷെയ്ഖ്. വയുർഷിദുഹു, ഇവനെ നേർമാർഗത്തിലാക്കുന്ന ഷെയ്ഖ്. യുറബീഹി എന്ന് പറഞ്ഞാൽ സ്വഭാവ സംസ്കരണം നടത്തുന്ന. വയുർഷിദ്, ഇവനെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഷെയ്ഖ്. ഇലാ സബീലില്ലാഹി തആല, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നേരായിട്ട് നയിക്കുന്ന ആൾക്കാർ. അല്ലാഹു തആല, കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അർസല ഇലൽ ഇബാദി, അടിമകളിലേക്ക് അയച്ചിട്ടുണ്ട്. റസൂലൻ, ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട്. ഇർഷാദ് സന്മാർഗ ദർശനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രവാചകനെ അയച്ചിട്ടുണ്ട്. ഇലാ സബീലിഹി, അവൻ്റെ മാർഗത്തിലേക്ക് സന്മാർഗ ദർശനത്തിന് വേണ്ടിയിട്ട് അവനെ അയച്ചിട്ടുണ്ട്. ഫൈദർ തഹല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ, അള്ളാഹു റസൂലിനെ നമ്മളിലേക്ക് നബിനെ അയച്ചതിനാണ് സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെല്ലാവരെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അയച്ചത്. അർസലിൽ ഇബാദിലേക്ക്, അടിമകളിലേക്ക് അള്ളാഹു അയച്ചു. റസൂലിനെ അയച്ചു. ലിൽ ഇർഷാദി, സന്മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ട്. ഇലാ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്. ഫൈദർ തഹല സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയായാൽ, ദുനിയാവിൽ നിന്ന് യാത്രയായപ്പോൾ ഫഖദ് ഖല്ലഫ, പിൻഗാമിയാക്കി. അൽ ഖുലഫാ, ഒരു ഖലീഫമാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലി റളിയല്ലാഹു, ഇങ്ങനെ ഖലീഫമാരെ പിൻഗാമിയാക്കി. ഫി മക്കാനിഹി, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് ഖലീഫമാരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻഗാമിയാക്കി. അപ്പോൾ ഫൈദർ തഹല സല്ലല്ലാഹു അലൈഹി വസല്ലം,
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയപ്പോൾ മിന ദുന്യാവിൽ നിന്ന് ഹത്താ യുർഷിദ്, അങ്ങനെ അവർ സന്മാർഗം നൽകിയാൽ ഖലായിക്ക് സൃഷ്ടികളെ സന്മാർഗത്തിലാക്കി അല്ലാഹു തആല അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നയിച്ചു. ഹത്താ യുർഷിദ് ഇലാ അല്ലാഹി തആല, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സൃഷ്ടികൾ അവർ സന്മാർഗ ദർശനം നൽകി എന്നാണ് അർത്ഥം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഇതാണ് കാര്യം. അപ്പോൾ ഒരുപാട് പഠിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ആകെ പഠിക്കേണ്ടത് ഇയാൾക്ക് സന്മാർഗത്തിലാണെങ്കിൽ ഇയാളെ നയിക്കാൻ വേണ്ടിയിട്ട് നല്ല മുറബി മുർഷിദ ഒരു ഷെയ്ഖിൻ്റെ ആവശ്യമുണ്ട്. ആ ഷെയ്ഖ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേ പടി പിന്തുടരുന്ന ആൾക്കാരാണ്. കാരണം പ്രവാചകർ നമ്മളെ നന്മാർഗത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പ്രവാചകൻ അള്ളാഹുലേക്ക് മടങ്ങിയപ്പോൾ ഖുലഫാകളാക്കി, ഖുലഫാകൾ ഓരോന്നായിട്ട് വഫാത്താകുമ്പോൾ പിന്നൊരു ശേഷം വരുന്ന ആൾക്കാരാക്കി. അതുകൊണ്ട് ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെയ്ഖ്, മുർഷിദും മുറബിയായ ഷെയ്ഖ് അത്യാവശ്യമാണ്. ഇനി ഷെയ്ഖിനെ എങ്ങനെ തിരിച്ചറിയാം, മുർഷിദ ഷെയ്ഖ് എങ്ങനെയായിരിക്കും, മുറബിയ ഷെയ്ഖ് എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് തൽക്കാലം നിർത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.